പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെ തടഞ്ഞിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മറികടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഈ മാർച്ചിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പോലീസുമായി സംസാരിക്കുകയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള എംപിമാർ. അർജുൻ പിതാംബരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ ഉള്ളത് വിജയ് ചൌക്ക് ഭാഗത്താണ്. ഒരുപക്ഷെ ഈ മാർച്ച് ഇവിടെ തടഞ്ഞാൽ എംപിമാർ അതുവഴി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പോയേക്കുമെന്ന വിലയിരുത്തലുണ്ട്. അർജുൻ പറയൂ. ആര്യ, എന്തായാലും ഈ നേതാക്കളെ എല്ലാവരെയും ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പോലീസ് നേതാക്കളോട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലോട് കൂടി തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കളുടെ തീരുമാനം. തിരിച്ച് മറ്റൊരു ഗേറ്റ് വഴി വിജയ് ചൌക്ക് വഴി വരേണ്ടതില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നു. മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ, അതായത് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് തന്നെ അറസ്റ്റ് വരിക്കുക, പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ള തീരുമാനമാണ് ഇന്ത്യ സഖ്യ നേതാക്കൾക്കുള്ളത്. എന്തായാലും മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഡൽഹി പോലീസിനോട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് 12 മണിയോടെ 30 എംപിമാരെ 30 ഇന്ത്യ സഖ്യ നേതാക്കളെ എന്തായാലും കാണാമെന്നുള്ളൊരു തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരുന്നു. പക്ഷേ ഈ മാർച്ച് ചെയ്യുന്ന 300 എംപിമാരുണ്ട്. ഈ 300 എംപിമാരെയും കൊണ്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആസ്ഥാനത്തേക്ക് പോകാനാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ തീരുമാനം എടുത്തിരുന്നത്. ആ തീരുമാനമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ 300 പേരുമായി മുന്നോട്ട് ബാരിക്കേഡിൽ മറികടന്ന് മുന്നോട്ട് പോകാനാകുമോ എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള പ്ലക്കാർഡുകളുണ്ട്. വോട്ട് ചോരി നെഹിച്ചിലേക്ക്, അതായത് വോട്ട് മോഷണം അനുവദിക്കില്ല, വോട്ട് മോഷണം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്ലക്കാർഡുകൾ ഏന്തി ഇന്ത്യ സഖ്യ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ, അതിലൂടെയുള്ള വോട്ട് മോഷണം എന്നുള്ള ആരോപണം, ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ആരോപണം വലിയ തോതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം വോട്ട് മോഷണം നടന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ BJPക്കെതിരെയും ഒപ്പം അതിനുവേണ്ടി കൂട്ടുനിന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെയും പാർലമെന്റിൽ നിന്നും മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് തടഞ്ഞിരിക്കുകയാണ്. പോലീസിലെ വലിയൊരു സന്നാഹം തന്നെ അവിടെയുണ്ട്. വലിയ തോതിൽ അർദ്ധസൈനിക വിഭാഗം ഇറങ്ങുന്നുണ്ട്. ഒപ്പം വലിയ ബാരിക്കേഡുകളുടെ വലിയ സന്നാഹം തന്നെ അവിടെ എത്തിയിരിക്കുന്നു. മുന്നോട്ട് പോകരുത് എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു. സംഘർഷഭരിതമായിട്ടില്ല, ഒരു സംഘർഷത്തിലേക്ക് ഒന്നും തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടില്ല. അവിടെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസ് അനുവദിക്കണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം തന്നെയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സംഘർഷത്തിലേക്ക് ഒന്നും തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ തുടരുന്നുണ്ട്. BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരെയുമാണ് ഈ മുദ്രാവാക്യങ്ങൾ ഓരോന്നും. അവിടെയുള്ള എംപിമാർ അത്രയും CPMന്റെയും CPIയുടെയും കോൺഗ്രസിന്റെയും RJDയുടെയും ഉൾപ്പെടെയുള്ള എംപിമാർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെയും ലോക്സഭയിലുമായി 300-ലധികം എംപിമാരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ആവശ്യം പോലീസ് മുന്നോട്ട് കടത്തിവിടണം, സംഘർഷമില്ലാതെ തന്നെ പ്രതിഷേധം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നുള്ള കാര്യമാണ്. പക്ഷേ മുന്നോട്ട് കടത്തില്ല എന്നുള്ളൊരു നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു. എന്തായാലും പോലീസിനോട് സംസാരിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഘർഷഭരിതമാവുകയാണ് സാഹചര്യങ്ങൾ. ബാരിക്കേഡ് മറികടക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി എന്തുണ്ടാകും, അറസ്റ്റ് ചെയ്ത് നീക്കുമോ എംപിമാരെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.